ബ്രസീലിലെ സാവോപോളോയിൽ വിമാനം തകർന്നു വീണ 62 യാത്രക്കാർ കൊല്ലപ്പെട്ടു. ബ്രസീലിയൻ എയർലൈനായ വോപ്പാസ് ATR-72 എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ശില്പ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശില്പ, എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്? ആര്യ, ബ്രസീലിനെ നടുക്കിക്കൊണ്ടാണ് ഇന്നലെ രാത്രി ഇത്തരത്തിലൊരു വിമാനാപകടം ഉണ്ടായത്. ബ്രസീലിലെ സാവോപോളോയിലാണ് വിമാനാപകടം ഉണ്ടായത്. 62 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരിച്ചിരിക്കുന്നതായാണ് ബ്രസീൽ സർക്കാരിൻ്റെ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഈ വോപ്പോസ് ലിൻഹോസിൻ്റെ ഏരീസിൻ്റെ ATR-72 എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട സമയത്ത് വിമാനത്തിൽ 58 യാത്രക്കാരും 4 ജീവനക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ മുഴുവനായി 62 പേരും ഈ വിമാനാപകടത്തിൽ മരിച്ചിരിക്കുകയാണ്. വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഈ വിമാനം തകർന്ന് താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങളൊക്കെയും പുറത്തു വന്നിട്ടുണ്ട്. വിമാനം കറങ്ങി താഴെ പതിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ് ഇത്തരത്തിൽ ഈ വിമാനം തകർന്നു വീണിരിക്കുന്നത്. ഈ 62 പേരായിരുന്നു ഇതിൽ സഞ്ചരിച്ചിരുന്നത്. ഈ വിൻഡോഹോ നഗരത്തിലാണ് വിമാനം, ബ്രസീലിലെ തന്നെ വിൻഡോഹോ എന്ന് പറഞ്ഞ ഒരു നഗരത്തിലേക്കാണ് ഈ വിമാനം വന്ന് പതിച്ചിരിക്കുന്നത്. അവിടുത്തെ ഒരു വീട്ടുമുറ്റത്തേക്കായിരുന്നു വിമാനം പതിച്ചത്. ഇത്തരത്തിൽ സർക്കാർ ഈ വിവരങ്ങളൊക്കെയും പുറത്തുവിട്ടിട്ടുണ്ട്. എന്താണ് ഈ വിമാനം തകരാനുള്ള കാരണം? അപകട കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. ബ്രസീൽ സർക്കാർ ഇതിനെതിരെ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അപകട കാരണം കണ്ടെത്താനായിട്ടുള്ള അന്വേഷണവും ബ്രസീൽ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിമാനം 1995 മുതൽ ഉള്ള ഒരു വിമാനമാണ്. അതുകൊണ്ട് തന്നെ വലിയ കാലപ്പഴക്കമുള്ള വിമാനമൊന്നുമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള കാരണങ്ങളാണെന്ന് ആദ്യം സംശയിച്ചിരുന്നെങ്കിലും ഈ വിമാനത്തിൻ്റെ കാലപ്പഴക്കമൊന്നുമല്ല വിമാനത്തിൻ്റെ അപകട കാരണമെന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിമാനം തകർന്നു വീണ സമയത്ത് ഈ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ അത്തരത്തിൽ വീടുകൾക്കൊന്നും കേടുപാടുകൾ സംഭവിച്ചില്ല. ഈ ഒരു വീട്ടുമുറ്റത്തേക്കായിരുന്നു ഇത് വന്ന് പതിച്ചത്. ആ വീടിന് മാത്രമാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നൊരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരും മരിച്ചിരിക്കുന്നു എന്നൊരു വിവരം ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന സമയത്ത് ഈ അഗ്നിരക്ഷാ സേന അടക്കം എത്തിയാണ് രക്ഷാപ്രവർത്തനം നടന്നത്. വിമാനം താഴേക്ക് പതിച്ച് പിന്നീട് കത്തി അമരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ മുഴുവൻ യാത്രക്കാരും മരിക്കുകയായിരുന്നു. ഏതായാലും ബ്രസീലിനെ തന്നെ നടുക്കിക്കൊണ്ടാണ് വലിയൊരു വിമാനാപകടം ഇന്നലെ ഉണ്ടായത്. ATR-72 എന്ന വിമാനമാണ് ബ്രസീലിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ടത്. സാവോപോളോയിലായിരുന്നു ഇത്തരത്തിലൊരു അപകടം നടന്നത്. നമുക്കറിയാം, സാവോപോളോ എന്ന് പറയുന്നത് തന്നെ വലിയ ജനവാസ മേഖല, ബ്രസീലിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജനവാസ മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു വിമാനാപകടം നടന്നത്. ശില്പ, അതായത് സാവോപോളോ നഗരത്തിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ ആണ് ഇത്തരത്തിലൊരു അപകടമെന്ന് മനസ്സിലാക്കുന്നു. ശില്പ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനവാസ മേഖലയിൽ. അപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഈ വിമാനം തകർന്നു വീണത് ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ്. അതുകൊണ്ട് തന്നെ വലിയ അപകട സാധ്യത ഉണ്ടാവേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഈ തകർന്ന് വീണ ഈ വീടിന് മാത്രമാണ് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വിവരം മാത്രമാണ് പുറത്തു വരുന്നത്. ഏതായാലും വലിയൊരു അപകടമാണ്. മറ്റു വീടുകൾക്കൊന്നും അങ്ങനെ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ബ്രസീൽ സർക്കാർ അടക്കം വ്യക്തമാകുന്നത്. ഏതായാലും ഈ വിമാനം പെട്ടെന്ന് നിലത്തേക്ക് പതിക്കുകയും തുടർന്ന് വലിയ അഗ്നിഗോളമായി കത്തി അമരുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അത്തരത്തിൽ ദൃശ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാണ്. ഈ വിമാനം കറങ്ങി താഴെ വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെയും പുറത്തു വന്നാലും ഏതായാലും വലിയ തോതിലുള്ള ഈ നാശനഷ്ടങ്ങളുടെ വീടുകൾക്കും അത്തരത്തിലുള്ള കണക്കുകളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഏതായാലും ബ്രസീൽ സർക്കാർ ഇതിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അതുവഴിയായിരിക്കും പുറത്തു വരിക. ശരി, ശില്പയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.